വെളിനാടെന്ന് പറഞ്ഞൊരു സ്ഥലത്തെക്കുറിച്ച് ഇതിനു മുമ്പ് എൻ്റെ സുഹൃത്തുണ്ട് സുരേഷ് വെളിനാടെന്ന് പറയുന്നത്, വിനോദ് വെളിനാട്, അങ്ങനെ 2-3 പേര്. അവരൊക്കെ ജീവിത സാഹചര്യങ്ങളിലും കത്തി നിന്ന ആളുകളാണ്. ഭയങ്കര അവരൊക്കെ മിമിക്രിയും പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കാഴ്ചക്കാരനാണ്. അപ്പം അവരൊക്കെ ജീവിത സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ട് കഴിയുമ്പം അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് ലക്ഷ്യത്തിൽ നിന്ന് മാറില്ല, അവരുടെ സാഹചര്യങ്ങൾ അവരെ മാറ്റിപ്പോയി. പക്ഷെ നമ്മളെ കൃത്യമായി പിന്തുണച്ചത് അച്ഛനും അമ്മയാണ്. അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ ബേസിൽ പണിയാറാണ്. അപ്പോൾ പുള്ളി കരിങ്കല്ല് പിടിച്ചിട്ട് വരുന്ന പൈസ എന്നിട്ട് പറഞ്ഞത് ഇന്നടുത്ത് പരിപാടിയുണ്ട്, ഇങ്ങനെ പോകണം, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്ത ആളെൻ്റെ അച്ഛനാണ്. അപ്പം എനിക്ക് വേറെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കേണ്ടത്, എനിക്ക് ഇതിലേക്ക് തന്നെ കലയിൽ തന്നെ എത്തണം, ഒരു നടനാകണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോയി. അപ്പോൾ അങ്ങനെ വന്നിപ്പം വെളിയിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ സൗഹൃദങ്ങളൊക്കെ പോയിട്ട് വരും പറയും, എടാ നിന്നെ വെളിനാടെന്ന് പറയുമ്പോൾ ആദ്യം നിൻ്റെ പേര് ചോദിച്ചെന്ന് പറയും. അപ്പോൾ അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ അതിനെക്കാട്ടിലുപരി ഞാൻ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തേക്ക്. വെളിനാടെന്ന് പറയുന്ന ഒരു സ്ഥലത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആളുകൾ എന്നെ പറയുന്നത്. അപ്പോൾ അതിനെ നമ്മളിപ്പോൾ നെടുപടി കാണിച്ചേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ നെടുപടി എന്ന് പറഞ്ഞാൽ വിശാലമായൊരു സ്ഥലമാണ്. അതിൽ നമ്മൾ പെട്ടെന്നൊരു പേര് പറയുമ്പോൾ നെടുപടി വേണമെന്നേ പറയത്തുള്ളൂ. അങ്ങനെ കാവാലം സാറിനെ കുറിച്ച് ഞാൻ അവരുമായിട്ട് പറയുന്നത് ഒരിക്കലും അവരുടെയൊക്കെ പേര് പറഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞാൽ പോലും എൻ്റെ പേര് പറയാൻ നോക്കില്ല. അത്ര ലെജൻഡുകളാണ് അവർ. ഞാൻ പറയുന്ന ഉദാഹരണത്തിൽ പറഞ്ഞു, ചില സ്ഥലനാമത്തിൽ ചിലർ അറിയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു നമുക്കുണ്ടാകുന്ന ഒരു ഭാരമാണ് ആ നാടിൻ്റെ പേര്. അത് വലിയ ഉത്തരവാദിത്തം. അപ്പം ആ ഉത്തരവാദിത്തത്തെ എത്രത്തോളം ഭംഗിയായി കൊണ്ടു നടക്കാൻ പറ്റുമോ അവർ തന്നിരിക്കുന്ന ആ ജോലി ഞാൻ കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.